നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനകീയ പ്രതിഷേധത്തിൻ്റെ മനുഷ്യച്ചങ്ങല വൻ വിജയമെന്ന് ജനകീയ സമിതി ചെയർമാൻ ജെ.ആർ. അജിത്ത്. ജനങ്ങളുടെ വിഷമതകൾക്ക് അറുതി വരും വരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭം തുടരുമെന്ന് അരൂർ MLA ദലീമ ജോജോ. ഉയരപ്പാത നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയക്കെതിരെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി ഇന്ന് ജൂലൈ 30 വൈകിട്ട് 4:30 മണി മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പ്രതീക്ഷിച്ചതിലും നല്ല പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചില പ്രദേശങ്ങളിൽ ഭാഗികമായ പ്രതികരണമാണ് കണ്ടത്. സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് മനുഷ്യച്ചങ്ങല ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും മത സാംസ്കാരിക നേതാക്കളും ചങ്ങലയിൽ അണിചേർന്നു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 8 ദിവസം കൊണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു മനുഷ്യച്ചങ്ങല പ്ലാൻ ചെയ്തത്. അത് ഇത്രയും വിജയമാക്കി തന്ന ഈ പ്രദേശവാസികളോട് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ മനുഷ്യച്ചങ്ങല ഇവിടുത്തെ മനുഷ്യരുടെ പ്രതിഷേധം കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതിഷേധത്തിൻ്റെ മനുഷ്യച്ചങ്ങല വൻ വിജയമെന്ന് ജനകീയ സമിതി ചെയർമാൻ ജെ.ആർ. അജിത്ത്. ജനങ്ങളുടെ വിഷമതകൾക്ക് അറുതി വരും വരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭം തുടരുമെന്ന് അരൂർ MLA ദലീമ ജോജോ അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ ഭാഗത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ റോഡ് ഇതിൻ്റെ കുടുംബങ്ങളെല്ലാം പാരൽ റോഡ് നിർമ്മിച്ചതിന് ശേഷമേ ഇത് നിർമ്മാണം പാടുന്നുള്ളതായിരുന്നു. ഇടത്ത് മുതൽ നമ്മൾ DDC റോഡ് പല പ്രാവശ്യം വിളിച്ച് നമ്മുടെ ശാസനത്തിൽ ഏറ്റെടുത്ത് ഇത് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തതിന് ശേഷം ഈ ഉയരപ്പാതയുടെ നിർമ്മാണം വരാൻ പാടുള്ളൂ. പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രമുള്ള ചെറിയ കുഴികൾ വന്ന ഒരു തൽക്കാലം ഒന്ന് അടച്ചിട്ടുണ്ട്. പക്ഷേ വൻ കുഴികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയാണ്. ചെറിയ റോഡുകൾ, പാരൽ റോഡുകൾ, ഇവരെടുത്ത കുറച്ച് റോഡുകളുണ്ട്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി നന്നാക്കാമെന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് തുറവൂരിൽ നിന്ന് കിഴക്കോട്ടും തുറവൂരിൽ നിന്ന് പടിഞ്ഞോട്ടും നിരമ്പിൽ നിന്ന് പടിഞ്ഞോട്ടും ചന്ദ്രൂര് അരൂര് നിന്ന് അരിക്കുട്ടി വഴിയുള്ള റോഡുകളൊക്കെ ഇവരെ നന്നാക്കിയിട്ട് ആ വഴി നമ്മൾ വെഞ്ചിരിച്ച് അങ്ങോട്ട് കടത്തിവിടാം എന്നുള്ള പിന്നൊരു തീരുമാനമെടുക്കും. പക്ഷെ എന്നിട്ടും അവര് ഈ ചെറിയ കുഴികൾ അടയ്ക്കുന്നില്ല. എല്ലാം ബസ് മൂടുന്നുണ്ട്. അതേ റോഡ് പോലും വലിയ വ്യർത്ഥമായി തീരുകയും അവിടെ ഈ കുഴികളിലെ പാവപ്പെട്ട മനുഷ്യർ, നിർധനരായിട്ടുള്ള മനുഷ്യര് നടക്കുന്നവരുണ്ട്, ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരും കുഴികളിൽ വീണ് പല അപകടങ്ങളും എത്രയോ മരണങ്ങൾ ഇവിടെ സംഭവിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഞങ്ങളിത് ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുകയാണ്. ഇത് രാഷ്ട്രീയവൽക്കരിക്കൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്, ജനങ്ങൾ ഒരുമിച്ചാണ്. ആ റണ്ണിംഗ് കോൺട്രാക്ടിന്റെ ഫണ്ടാണ് ഇപ്പോൾ PWD വെച്ച് ഈ ഇട റോഡുകൾ, അതായത് ഇവർ ചെയ്യാൻ ഏറ്റിരിക്കുന്ന റോഡുകൾ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യില്ല വിളിച്ചു പറഞ്ഞിട്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി അത് ചെയ്യുന്നില്ല. ചെയ്യാമെന്നവർ പറയുന്നുണ്ട്. പക്ഷെ ചെയ്യണത് 2-3 പണിക്കാരെ വെച്ചിട്ട് അവർ ഈ ഒരു കുഴി അടച്ചു ചെയ്യുന്നു. ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു മുൻകാഴ്ച ഇല്ലായിരുന്നു ഇത്രയൊക്കെ സംഭവിക്കുന്നത്. അതിന്റെ ഒരു പോരായ്മ കൂടെ ഉണ്ട്. അത് കക്ഷിരാഷ്ട്രീയത്തിനായിട്ട് തുറവൂർ മുതൽ അരൂര് വരെയുള്ള ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഈ ചങ്ങലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല അഭിപ്രായം. ഇതൊക്കെ ആവശ്യമുള്ളൊരു കാര്യമല്ലേ. റോഡ് എത്രയും പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടണം. നമ്മളെ മക്കളൊക്കെ ഇല്ലേ, മക്കൾക്കൊക്കെ പോകണ്ടേ എവിടെയെങ്കിലൊക്കെ. ജനങ്ങളെല്ലാവരും ഇതിൽ നല്ല രീതിയിൽ പങ്കെടുത്തു. വളരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. അരുവിൻ്റെ പ്രതിഷേധം. അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി ഇന്ന് ജൂലൈ 30 വൈകിട്ട് 4:30 മണി മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പ്രതീക്ഷിച്ചതിലും നല്ല പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചില പ്രദേശങ്ങളിൽ ഭാഗികമായ പ്രതികരണമാണ് കണ്ടത്. സ്ത്രീകളുടെ അഭൂതപൂർവമായ പങ്കാളിത്തമാണ് മനുഷ്യച്ചങ്ങലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും മത സാംസ്കാരിക നേതാക്കളും ചങ്ങലയിൽ അണിചേർന്നു. മനുഷ്യച്ചങ്ങല വൻ വിജയമെന്ന് ജനകീയ സമിതി ചെയർമാൻ ജെ.ആർ. അജിത്ത് അവകാശപ്പെട്ടു. ഈ സമരം കൊണ്ട് കരാർ കമ്പനി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങൾ നയിക്കപ്പെടും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആഗസ്റ്റ് 6-ാം തീയതി അരൂർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനും പദ്ധതിയുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു സംഘടന പ്രതിഷേധ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് 100 കണക്കിന് ആളുകൾ ചങ്ങലയിൽ അണിചേർന്നതായി ലഭ്യമായ റിപ്പോർട്ടുകൾ കാണിക്കുന്നു. അരൂരിലെ ചില ഭാഗങ്ങളിൽ ഭാഗികമായ പ്രതികരണമാണ് കണ്ടത്. അരൂർ MLA ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഉമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയകുമാരി, മേരിദാസൻ, അരൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ നിഷാദ്, CK പുഷ്പൻ, സുമാ ജയകുമാർ, കവിതാ ശരവണൻ, അമ്പിളി ഷിബു, സിനിമോൾ മനോഹരൻ,
മുൻ പാലക്കാട് മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത്, കൊച്ചി രൂപത ചാൻസലർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട്ട്, ഫാദർ ജോസഫ് കരിത്തേടത്ത്, അരൂർ പള്ളി വികാരി ഡോക്ടർ റാഫി പെരിയാത്തുശ്ശേരി, സാൻജോ പള്ളി വികാരി ഫാദർ ജോഷി ഏലശ്ശേരിൽ, ചന്തിരൂർ സെൻറ് മേരീസ് പള്ളി വികാരി ഫാദർ അനൂപ് ബ്ലാംപറമ്പിൽ, അവർ ലേഡി ഓഫ് മെഴ്സി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി, ജനകീയ സമിതി ഭാരവാഹികളായ ജയറാജിത്ത്, വിൻസെൻ്റ് ഇഗ്നേഷ്യസ്, ജിസ് കിഴക്കേൽ, അരുൺ, ബെന്നിക്കുളത്തുവള്ളി, സനീഷ് പായിക്കാടൻ, മത സാംസ്കാരിക പ്രവർത്തകർ, കന്യാസ്ത്രീ അമ്മമാർ, വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ ചങ്ങലയിൽ അണിനിരന്നു. അരൂർ മുതൽ തുറവൂർ വരെയായിരുന്നു മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കപ്പെട്ടത്.
അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.